ഹായ് ഓൾ, നമുക്കിന്ന് ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാം. ആ ചോദ്യവും അതിന്റെ ഉത്തരവും മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. എല്ലാവരും റെഡിയാണല്ലോ? ഇന്നത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ, അതായത് നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാം: 16ാമത്തെ അറ്റോർണി ജനറൽ ആരാണ് എന്ന് ചോദിച്ചാലും, നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിച്ചാലും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ആർ വെങ്കിട്ടരമണി. ആർ വെങ്കട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ. 16ാമത് അറ്റോർണി ജനറൽ എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്. അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്തത് 2022 ഒക്ടോബർ 1-നാണ് അറ്റോർണി ജനറലായിട്ട് ആർ വെങ്കട്ടരമണിയെ നിയമിക്കുന്നത്. ഇനി നമുക്ക് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? അത് അറ്റോർണി ജനറലാണ്. ഈ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76-ലാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെറ്റായല്ലോ? ഇനി നമുക്ക് ഇവരുടെ നിയമനത്തെ കുറിച്ച് നോക്കാം. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം പ്രസിഡന്റാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. ആരാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്? പ്രസിഡന്റാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 76 പ്രകാരം അറ്റോർണി ജനറലിനെ നിയമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ അറ്റോർണി ജനറലിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് അറ്റോർണി ജനറലിനുള്ള യോഗ്യതകൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 യോഗ്യതകളാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യതയായിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഒന്നാമത്തത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജിയായി ഉള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായി പ്രവർത്തിച്ചിട്ടുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായ നിയമജ്ഞൻ ആയിരിക്കണം. ഈ 3 പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്നും കൂടാതെ ഇന്ത്യൻ പൗരൻ എന്ന പ്രധാനപ്പെട്ട പോയിന്റും, അതായത് പ്രധാനപ്പെട്ട യോഗ്യതയും ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം പ്രസിഡന്റിന് അറ്റോർണി ജനറലായി നിയമിക്കാവുന്നതാണ്. യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഇനി പറയുന്ന 3 യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ആ 3 യോഗ്യതകൾ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതികളിൽ 5 വർഷം ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുള്ള പരിചയം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 10 വർഷം വക്കീലായി പ്രവർത്തിച്ചിട്ടുള്ള പരിചയം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായ നിയമജ്ഞനായിരിക്കണം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ 2-3 പോയിന്റുകൾ, ഒന്ന്, ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 പ്രകാരമാണ് അറ്റോർണി ജനറലിനെ മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് നിയമിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അറ്റോർണി ജനറലിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, അറ്റോർണി ജനറലിന്റെ കാലാവധി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അറ്റോർണി ജനറൽ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിന് മുൻപാകെയാണ്. അറ്റോർണി ജനറൽ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിന് മുൻപാകെയാണ് അറ്റോർണി ജനറൽ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. AGയുടെ പ്രതിഫലം ഭരണഘടന നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ രാഷ്ട്രപതി നിശ്ചയിക്കുന്ന പ്രതിഫലമാണ് അറ്റോർണി ജനറലിന് ലഭിക്കുന്നത്. നിലവിൽ 2,25,000 രൂപയാണ് അറ്റോർണി ജനറലിന്റെ സാലറി. ഓക്കെ, നമുക്ക് പഠിക്കാം ആർട്ടിക്കിൾ 88 എന്താണെന്ന്.
പാർലമെന്റ് സഭകളും അവയുടെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറലിന് ലഭ്യമാകുന്ന അവകാശങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 88 പറയുന്നത്. പാർലമെന്റ് സഭകളും അവയുടെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറലിന് ലഭ്യമാകുന്ന അവകാശങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 88 പറയുന്നത്. ആർട്ടിക്കിൾ 105 വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അറ്റോർണി ജനറലിന്റെ അധികാരങ്ങളും പ്രതിരോധങ്ങളും പ്രത്യേക അവകാശങ്ങളും പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 105 അറ്റോർണി ജനറലിന്റെ അധികാരങ്ങളും പ്രതിരോധങ്ങളും പ്രത്യേക അവകാശങ്ങളും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 105 ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അറ്റോർണി ജനറലിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക. സെക്കൻഡ്, രാഷ്ട്രപതി ഏൽപ്പിക്കുന്ന നിയമപരമായ സ്വഭാവമുള്ള മറ്റ് ചുമതലകൾ നിർവഹിക്കുക. മൂന്നാമതായി, ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അനുശാസിക്കുന്ന ചുമതലകൾ നിർവഹിക്കുക. ഇത് മൂന്നുമാണ് ഒരു അറ്റോർണി ജനറലിന്റെ വളരെ പ്രധാനപ്പെട്ട ചുമതലകളും പ്രവർത്തനങ്ങളും. പക്ഷെ ഇത് മൂന്നും പഠിച്ചാൽ പോരാ, അദ്ദേഹത്തിന്റെ അധിക ചുമതലകളുണ്ട്. രാഷ്ട്രപതി അറ്റോർണി ജനറലിന് ഇനി പറയുന്ന ചുമതലകൾ കൂടെ നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അത് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അവിടെ ഉപകരിക്കും. ഫസ്റ്റ് വൺ, ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ എല്ലാ കേസുകളിലും ഇന്ത്യൻ സർക്കാരിനു വേണ്ടി ഹാജരാവേണ്ടത് അറ്റോർണി ജനറലാണ്. രണ്ടാമതായി, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നടത്തുന്ന ഏത് പരാമർശത്തിലും ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിക്കേണ്ടത് അറ്റോർണി ജനറലാണ്. അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏത് കേസിലും ഹൈക്കോടതികളിൽ ഹാജരാവേണ്ടതും അറ്റോർണി ജനറലാണ്. ഈ മൂന്ന് അധിക ചുമതലകൾ കൂടെ അറ്റോർണി ജനറലിനുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റുകളും കൃത്യമായിട്ട് പഠിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇത്തരം ഭാഗങ്ങളിൽ നിന്നാണ് വരിക. ഓക്കെ, നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അറ്റോർണി ജനറലിന്റെ അവകാശങ്ങൾ. അറ്റോർണി ജനറലിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അറ്റോർണി ജനറലിന് തന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായി ഇന്ത്യയിലെ ഏത് കോടതികളിലും ഹാജരാവാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ അവകാശം എന്താണ്? പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അല്ലെങ്കിൽ അവയുടെ സംയുക്ത സമ്മേളനത്തിന്റെയും അദ്ദേഹം അംഗമായി നാമകരണം ചെയ്യപ്പെട്ട പാർലമെന്റിന്റെ ഏതെങ്കിലും കമ്മിറ്റിയുടെയും നടപടികളിൽ സംസാരിക്കാനും പങ്കെടുക്കുവാനും അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഒരു പാർലമെന്റ് അംഗത്തിന് ലഭ്യമായ എല്ലാ പ്രത്യേക അവകാശങ്ങളും പ്രതിരോധങ്ങളും അറ്റോർണി ജനറലിനും ലഭ്യമാണ്. എന്തൊക്കെയായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്? അറ്റോർണി ജനറലിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏത് കോടതികളിലും ഹാജരാവാനുള്ള അവകാശം അറ്റോർണി ജനറലിനുണ്ട്. അത് തന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിലെ ഏത് കോടതികളിലും ഹാജരാവാനുള്ള അവകാശം അറ്റോർണി ജനറലിനുണ്ട്. രണ്ടാമതായി, പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അല്ലെങ്കിൽ അവയുടെ സംയുക്ത സമ്മേളനത്തിന്റെയും അദ്ദേഹം അംഗമായി നാമകരണം ചെയ്യപ്പെട്ട പാർലമെന്റിന്റെ ഏതെങ്കിലും കമ്മിറ്റിയുടെയും നടപടികളിൽ സംസാരിക്കാനും പങ്കെടുക്കാനുമുള്ള അവകാശം അറ്റോർണി ജനറലിനുണ്ട്. എങ്കിലും വോട്ട് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അറ്റോർണി ജനറലിന് വോട്ട് ചെയ്യാനുള്ള, പാർലമെന്റ് നടപടികളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം അറ്റോർണി ജനറലിനില്ല. ഒരു പാർലമെന്റ് അംഗത്തിന് ലഭ്യമായ എല്ലാ പ്രത്യേക അവകാശങ്ങളും പ്രതിരോധങ്ങളും അറ്റോർണി ജനറലിനും ലഭ്യമാകുന്നുണ്ട്. ഒരു മത്സര പരീക്ഷ എഴുതുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, അറ്റോർണി ജനറൽ സർക്കാരിന്റെ മുഴുവൻ സമയ അഭിഭാഷകനല്ല, സർക്കാർ ജീവനക്കാരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്.
അദ്ദേഹത്തെ സ്വകാര്യ നിയമ സേവനങ്ങളിൽ നിന്ന് വിലക്കിയിട്ടില്ല. അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസ് വിലക്കിയിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. അറ്റോർണി ജനറൽ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമല്ല. അറ്റോർണി ജനറൽ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമല്ല. പക്ഷേ യൂണിയൻ എക്സിക്യൂട്ടീവിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്നിവർ ഉൾപ്പെടുന്നു. ഒന്നുകൂടെ പറയാം, യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. ഡൽഹി ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക വിധിയുണ്ട്, നമ്മളത് മനസ്സിലാക്കി വെക്കുക. അറ്റോർണി ജനറലിന്റെ ഓഫീസ് പൊതു അധികാരി അല്ലാത്തതിനാൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഔദ്യോഗിക കാലാവധി അവസാനിച്ചതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും നിയമനം നൽകപ്പെടാനും മറ്റേതെങ്കിലും സർക്കാർ തസ്തികകളിലേക്ക് നിയമിക്കപ്പെടാനുമുള്ള യോഗ്യത അറ്റോർണി ജനറലിനുണ്ട്. ഇതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതോടുകൂടി നമ്മുടെ പോയിന്റുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ കൂടെ പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? MC സദൽവാദ് ആണ്. 1950 മുതൽ 1963 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിലിരുന്ന വ്യക്തി ആരാണ്? MC സദൽവാദ് ആണ്. KK വേണുഗോപാൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ R വെങ്കട്ടരമണിയുടെ തൊട്ടു മുൻപേ അറ്റോർണി ജനറലായി വർക്ക് ചെയ്ത ആളാണ് KK വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം മലയാളിയായിരുന്നു എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ കാലാവധി 2017 ജൂലൈ 1 മുതൽ 2022 സെപ്റ്റംബർ 30 വരെയായിരുന്നു KK വേണുഗോപാൽ അറ്റോർണി ജനറലായി പ്രവർത്തിച്ചിരുന്നത്. 2 തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി പ്രവർത്തിച്ച വ്യക്തിയാണ് സോളി സൊറാബ്ജി. അദ്ദേഹം 2 തവണയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലായി പ്രവർത്തിച്ചത്. ആദ്യം 1989 ഡിസംബർ 9 മുതൽ 1990 ഡിസംബർ 2 വരെയും, രണ്ടാമത്തെ തവണ 1998 ഏപ്രിൽ 7 മുതൽ 2004 ജൂൺ 4 വരെയുമാണ് അദ്ദേഹം അറ്റോർണി ജനറലായി പ്രവർത്തിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ അറ്റോർണി ജനറലായി, അതായത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ അറ്റോർണി സമയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറലായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് നമ്മുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയിരുന്ന MC സദൽവാദ്. 1950 ജനുവരി 28 മുതൽ 1963 മാർച്ച് 1 വരെയായിരുന്നു അദ്ദേഹം അറ്റോർണി ജനറൽ ആയിരുന്നത്. നമുക്ക് ഈ ടോപ്പിക്കിന്റെ കൂടെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിനെ കുറിച്ചും പഠിച്ചേക്കാം. അറ്റോർണി ജനറലിനെ കൂടാതെ ഇന്ത്യ ഗവൺമെന്റിന് മറ്റു ചില നിയമ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലും ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലുമാണ് അവർ. അറ്റോർണി ജനറലിന്റെ ചില ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ സഹായിക്കുക എന്നതാണ് അവരുടെ ചുമതല. അറ്റോർണി ജനറലിനെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ സഹായിക്കുക എന്നതാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിന്റെയും അഡീഷണൽ സോളിസിറ്റർ ജനറലിന്റെയും ചുമതല. സോളിസിറ്റർ ജനറൽ അതേപോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇവ രണ്ടും ഭരണഘടനാ പോസ്റ്റുകളല്ല എന്നുകൂടെ ഓർമ്മയിൽ വെക്കുക. സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്ന കമ്മിറ്റി ഏതാണ്? അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത്. ഭരണഘടനാപരമായ നിയമനമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്ന കമ്മിറ്റിയാണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? CK ഡെഫ്താരി. 1950 മുതൽ 1963 വരെയായിരുന്നു CK ഡെഫ്താരി സോളിസിറ്റർ ജനറൽ ആയിരുന്നത്. ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് എന്നതായിരുന്നു ചോദ്യം. പക്ഷെ നമ്മൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും കവർ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ മത്സര പരീക്ഷകളിൽ അറ്റോർണി ജനറലുമായി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സോട് കൂടി പഠിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം.
നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓരോ ലൈക്കും വളരെ വിലപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഈ ക്ലാസിൻ്റെ നോട്ടും കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഗിൾ ഫോം വഴി നടത്തുന്ന ഒരു എക്സാമും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവരും സെറ്റല്ലേ? നന്നായിട്ട് പഠിക്കുക. നമുക്ക് വരുന്ന ഏത് പരീക്ഷയായാലും അത് LGS മുതൽ ഡിഗ്രി വരെ ലെവൽ വരെയുള്ള ഏത് പരീക്ഷയാണെങ്കിലും LGS ഡിഗ്രി ലെവലുകൾക്കും എഴുതാം, അതായത് ഡിഗ്രി ഹോൾഡേഴ്സിനും എഴുതാം എന്നുള്ള പ്രത്യേകത കൂടെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മത്സരം വളരെ ടൈറ്റ് ആവുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, സമയം കണ്ടെത്തി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരാം. അതുവരേക്കും ഗുഡ് ബൈ, സീ യു സൂൺ.